கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்து நான் உயிர் வாழ்கின்றேன். யாரும் அறியாத என்னை നന്നായറിந்து തേടി വന്ന നല്ല നേസരേ. പ്രൈസലോ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവത്തിനോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഈ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നിന്നോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ പേര് നാഗരാജനാണ്. ഞാനൊരു തമിഴ്നാട്ട് സ്വദേശിയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ അനേക ദൈവത്തിനെ അറിയുമായിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ദൈവം എന്ന് പൂർണ്ണമായിട്ട് ഞാൻ അറിയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നതുകൊണ്ട് 3 ക്ഷേത്രങ്ങൾ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ ഭാഷയിൽ പറയാൻ പോയാൽ ഒരു നാടോടി കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങൾ തെരുവായിട്ട് ദേശമായിട്ട് നടന്നാലും ഞങ്ങൾക്ക് ഒരു കുലദൈവം എന്ന് പറയും. കുലദൈവം എന്ന് പറഞ്ഞാൽ മാരിയാത്തായിരിക്കാം, കാളിയാത്തായിരിക്കാം, ഇങ്ങനെ പല പാവാടക്കാരി എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ദേശത്തിലാണ് ഞങ്ങൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. പക്ഷേ എൻ്റെ അച്ഛന് വലിയ മദ്യപാനവും പുകവലിയുള്ള ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ അച്ഛന് ഞാൻ 5ാമത്തെ മകനായിരുന്നു ഞാൻ. അപ്പോൾ അച്ഛന് എന്നെ പ്രിയ മകനായിട്ട് എന്നെ കൊണ്ട് നടക്കുമായിരുന്നു. എത്ര പിള്ളേരുകളിരുന്നാലും എന്നെ പല സ്ഥലത്തും, ഇപ്പോൾ ഒരു സ്ഥലത്തിരിക്കും, ഇന്ന് തിരുവനന്തപുരത്തിരുന്ന 4 കൊല്ലം, അങ്ങനെ കടന്ന് പല സ്ഥലത്തങ്ങൾ കടന്നു പോകുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് അച്ഛന് ഒരു മദ്യപാനായതുകൊണ്ട് എന്നെ ഒരു ദിവസം അച്ഛന് എന്നെ കല്ലുസാപ്പിന് കൊണ്ടുപോകാൻ ഇടയായി. പക്ഷെ അച്ഛൻ കല്ലുസാപ്പിന് പോകുന്ന മുമ്പുള്ള അവരുടെ സാഹചര്യം എന്തെന്ന് വിചാരിച്ചാൽ, അവിടെ ജോലി എന്ന് വിചാരിച്ചാൽ കൽപ്പണിയാണ്, പ്രാവ് കച്ചവടമാണ്. പക്ഷെ അനേക നാടോടികൾ എവിടെ കഴിഞ്ഞു പോകുന്ന അവിടെയെല്ലാം താവളമടിച്ച് അവർ നല്ല ജീവിക്കുന്നവരാണ്. പൈസ കിട്ടത് വെള്ളമടിച്ച് തീർക്കുവാനും ഭയങ്കര ചീട്ട് കളിയായിരിക്കും. മദ്യത്തിനും പല ലഹരിയിലാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ കൂടെ ഇരിക്കുമ്പോൾ അവർ ഭയങ്കര ഒരു സ്ഥലത്തെല്ലാം ഇരിക്കുമ്പോൾ ഒരു കൂടാരം കറ്റുമ്പോൾ അവിടെ ഇരുന്ന് അവർ ചീട്ട് കളിക്കുമായിരിക്കും. ആ ചീട്ട് കളിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, കള്ളുസാപ്പിന് കൂട്ടമായിട്ട് ആ പൈസ കിട്ടുന്ന പൈസ കൊണ്ട് അവർ കള്ളുസാപ്പിന് കടന്നു പോകും. ഇതല്ലേ ബാല്യകാലത്തിലെ കൊച്ചു പ്രായത്തിൽ ഞാനത് കണ്ടുകൊണ്ടേ ഇരിക്കുവാണ്. പക്ഷെ അച്ഛൻ എന്താണ് ചെയ്യുന്നത്, അവിടെ ഇരിക്കുന്നവർ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ ഒരു ദിവസം കള്ളു കുടിക്കുവാൻ കടന്നുപോയി. അപ്പോൾ കള്ളു കുടിക്കാൻ കടന്നു പോയപ്പോൾ എൻ്റെ അച്ഛൻ ഒരു 2 ഇഡ്ഡലിയും നല്ല പാലക്കാട്ടിലുള്ള നല്ല ഉറപ്പുള്ള ചമ്മന്തിയാണ് അവിടെ കൊടുക്കുന്നത്. അത് എനിക്ക് തരുമായിരുന്നു. ഞാൻ പെട്ടെന്ന് വിശപ്പ് കാരണം ഞാനത് കഴിക്കുവാനിടയായി. പക്ഷെ വെള്ളദാഹം. അച്ഛൻ എന്താ ചെയ്ത്, വെള്ളം കുടിക്കുവാൻ വേണ്ടി എടുക്കുവാൻ വേണ്ടി അച്ഛൻ പോയപ്പോൾ എൻ്റെ അടുത്തിരുന്ന മാമൻ എന്ത് ചെയ്തു, ഒരു കുപ്പി ബാട്ടിലെടുത്ത് ഒരു ഗ്ലാസ് നിറച്ച് കല്ലെടുത്ത് ഒഴിച്ച് എനിക്ക് തരുവാനിടയായി. യഥാർത്ഥമായിട്ട് ആദ്യമായിട്ട് കള്ളുകൂടി അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിൽ തുടങ്ങുന്നത്. എത്ര വയസ്സ്? 10 വയസ്സിലാണ് കള്ളുകുടിയായിട്ട് തുടങ്ങുവാനിടയായി. എൻ്റെ ബാല്യകാലത്ത് എനിക്ക് അറിയുന്നില്ല അത് മദ്യപാനമാണോ മയക്കമരുന്നാണോ ഇല്ല അത് കഴിക്കുന്നത് ശരീരത്തിന് കേടാണെന്നോ എനിക്കറിഞ്ഞില്ല. പക്ഷേ ബാല്യകാലത്ത് ചെറുപ്രായത്തിൽ അത് തന്നപ്പോൾ ഞാനത് കഴിച്ചുവാനിടയായി. പക്ഷേ കുറച്ച് ഏറെ നാൾ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛന് ഭയങ്കര മദ്യപാനവും ഈ ലഹരി ആയതുകൊണ്ട് ഏറെ നാൾ അച്ഛൻ ജീവിക്കുവാനിടയായില്ല. അച്ഛൻ മരിക്കുവാനിടയായി. ഒരു ക്യാൻസർ രോഗിയായിട്ട് മരിക്കുവാനിടയായി. ക്യാൻസർ രോഗി പറഞ്ഞാൽ ഒരു പുത്തു രോഗിയായിട്ട് ഒരു മരിക്കുവാനിടയായി. അപ്പോൾ അച്ഛൻ മരിച്ച ശേഷം എൻ്റെ കുടുംബത്തിലെ ഭയങ്കര ബുദ്ധിമുട്ടുകളായി ഇടയായി. അച്ഛന് 3 ഭാര്യയാണ്, പക്ഷെ അനേക മക്കളുണ്ട്. എന്നാൽ എൻ്റെ അമ്മയെ നോക്കുവാൻ ആർക്കും കഴിയാത്ത രീതിയിൽ ഇരിക്കുമ്പോൾ അമ്മ വളരെ ബുദ്ധിമുട്ടിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ രീതിയിൽ ഇരിക്കുമ്പോഴേ അച്ഛൻ ഒരു ദിവസം കൂടി ഇങ്ങനെ മദ്യം കഴിക്കുമ്പോൾ ഈ ചീട്ട് കളിക്കുമ്പോൾ അച്ഛൻ പുകവലിക്കുവാനിടയായി. അച്ഛൻ്റെ അടുത്ത് ഞാൻ വിചാരിച്ചു, ഈ പുകവലിക്കുന്നവരുടെ അടുത്ത് എന്താണ് ഈ പുകവലിക്കുന്നത്, ഇത് പുകയിൽ എന്താ ലഹരി ഉണ്ടത്, ഇതിന് എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ പുകവലിക്കാൻ നോക്കിയപ്പോൾ കടയിൽ പോയി എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ടക്കണ ഒരു ചിന്ത കടന്നു വന്നു. ഈ അച്ഛൻ തന്ന പൈസ കൊണ്ടുപോയി ആപ്പിൾ ബീഡിയാണ് ഞാൻ മേടിച്ചിട്ട് പറഞ്ഞത്. ആപ്പിൾ ബീഡ് പറഞ്ഞാൽ 10-20 ബീഡി കാണും. അതിൽ നിന്ന് 2 ഉരുവി എടുത്താൽ, അതിൽ നിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം അറിയില്ല.
അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മളെടുത്ത് നമ്മൾ പ്രിയ പിള്ളേരുടെ കൂടെ നമ്മൾ അത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. എനിക്കറിയുന്നില്ല. പക്ഷേ ആദ്യമായിട്ട് എൻ്റെ അപ്പനോട് ഞാൻ തെറ്റ് കാണിക്കുന്നത്. എൻ്റെ അപ്പനോടാണ് ഞാൻ ആദ്യമായിട്ട് മോഷണം ചെയ്യുന്നത്. ഹല്ലേലൂയ. എങ്ങനെയിട്ട് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് 2 ബീഡി ഞാൻ എടുക്കുവാനിടയായി. പക്ഷേ നിസ്സാര കാര്യമായിരുന്നാലും അത് ഭയങ്കരമായിട്ടൊരു മോഷണം തന്നെ. അച്ഛനെ എങ്ങനെ ഞാൻ പറ്റിച്ചറിയാമോ? മുൻവശത്ത് എടുത്താൽ അച്ഛൻ കണ്ടു കഴിയും, പക്ഷെ പിൻവശത്ത് എടുത്താൽ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞ് 2 ബീഡി എടുത്തിട്ട് അത് എച്ച് കൊണ്ട് ഒട്ടിച്ചിട്ട്, തുപ്പൽ കൊണ്ട് ഒട്ടിച്ചിട്ട് അത് 2 പേർ കൊടുക്കുവാനിടയായി. അച്ഛനെല്ലാം എല്ലാവരും കുടിച്ചുകൊണ്ടിരും, ബഹളം ഇങ്ങനെ ഉണ്ടായിക്കുമ്പോൾ അവർക്ക് അറിയുന്നില്ല. പക്ഷേ അവിടെ നിന്നാണ് ഞാൻ പറയാൻ വന്നത്, 2ാമത്തെ പുകവലി തുടങ്ങുവാനിടയായി. എൻ്റെ ജീവിതത്തിൽ പുകവലി എന്തെന്ന് അറിയാത്തിരുന്നപ്പോൾ ആ പുകവലിയും പഠിക്കുവാനിടയായത് അത് കൊച്ചു പ്രായത്തിലാണ്. എൻ്റെ പയങ്ങളോട് പിള്ളേരോടെ ചേർന്ന് അവരോടെ നേരെ പോയി കളഞ്ഞ് ഇങ്ങനെ ചുറ്റി തിരിയുമായിരുന്നു. 17 വയസ്സായപ്പോൾ എൻ്റെ അച്ഛൻ ഈ രോഗം വിട്ട് കടന്നുപോയി. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടും, ഞാൻ പറഞ്ഞല്ലോ, പല സാപ്പാടിന് ആഹാരത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴെങ്കിൽ ശമ്പളങ്ങൾ ഏത് ഇതിൽ പോയാലും ശമ്പളം കിട്ടുമായിരുന്നു. അപ്പോഴെല്ലാം ആഹാരത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏകാലം അമ്മയുടെ കൂടെ ഇരുന്ന് ഭയങ്കര ബുദ്ധിമുട്ട് സഹായിക്കാനും എന്തെങ്കിലും ചെയ്യാനും വിചാരിച്ചാൽ കഴിയുന്നില്ല. ആദ്യമായിട്ട് 2ാമത്തെ തെറ്റിലോട്ട് ഞാൻ കടക്കുവാനിടയായി. അല്ലെങ്കിൽ 300 രൂപയ്ക്കാണ്ട് മറ്റവരോടെ തെറ്റോട് ഞാൻ നയിക്കുവാനിടയായി. ഒന്ന് തെറ്റല്ല, അനേക തെറ്റുകൾ. ഫസ്റ്റ് മോഷണം പറഞ്ഞാൽ എന്തെന്ന് അറിയാത്ത ആ വ്യക്തിയായിട്ട് തിരിഞ്ഞ എനിക്ക് വളരെ തെറ്റിലോട്ട് കടന്നു പോകാനിടയായി. അതുമാത്രമില്ല പ്രിയ സഹോദരന്മാരെ, അനേക തെറ്റുകൾ ഞാൻ ചെയ്താലും പക്ഷേ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവ് ഞാൻ അറിയുന്നില്ല. അനേകർ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, നിന്നെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നിന്നെ വിളിക്കുന്നുണ്ട്, കർത്താവ് നിന്നെ അല്ലെങ്കിൽ പുറവിലെ നിന്നെ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കില്ല. എന്തുകൊണ്ടത് പറഞ്ഞതുകൊണ്ടാണ്, എൻ്റെ കുടുംബത്തിൽ കത്തോലിക്ക അതിനും വായിക്കും. പക്ഷെ ബെന്തക്കോസ് എന്ന് പറഞ്ഞാൽ അവരെ പുച്ഛിക്കുന്ന ഒരു ആളുകളാണ് ഞങ്ങളുടെ ആളുകൾ. അതിനെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. എന്ത് പറഞ്ഞാൽ അതിന് പ്രാന്ത് പിടിക്കുന്നതാണ് പറയണത്. പ്രാന്ത് എന്ന് പറഞ്ഞാൽ അവർ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെല്ലാം വട്ടുപിടിക്കും. ആ ദൈവത്തിനെ വിശ്വസിച്ചാൽ നിങ്ങളും വട്ടുപിടിക്കും. സഹോദരന്മാർ സ്വന്തക്കാർ ആരില്ലാത്ത ഒറ്റപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് അമ്മ ബാല്യകാലത്തിൻ്റെ കൊച്ചുപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ സഹോദരന്മാരുടെ അടുത്ത് എല്ലാ പാസ്റ്റർമാർ പറഞ്ഞ് നിങ്ങൾ വരല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഫസ്റ്റ് എന്നെ പറയുന്നത്, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ചെറിയ ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചിൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ മരിച്ച സ്ഥലത്താണ്, അതിൻ്റെ തൊട്ടടുത്താണ് ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചിലിരിക്കുമ്പോൾ ആ പാസ്റ്റർ ഒന്ന് എല്ലാവരും വിളിക്കുവാനിടയിൽ ഇപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ സ്നേഹം. ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, അപ്പോൾ അറിയുന്നില്ല. അവിടെ കടന്നു വന്ന് പറഞ്ഞു, നിങ്ങളെ കർത്താവ് ഏസപ്പ ഉങ്ങളെ നേസിക്கிறாർ, വാങ്ങാന്ന് വിളിച്ചു. അവരെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു, സ്നേഹിക്കുന്നു വരുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനെ ഓടിക്കുവാനിടയായി. ബൈബിള് തന്നപ്പോൾ അതിനെ കീറുവാനിടയായി, അദ്ദേഹത്തെ നിന്ദിക്കും പരിഹസിക്കുവാനിടയായി. അങ്ങനെ അദ്ദേഹത്തിന് വിട്ട ശേഷം ഞാൻ പഴയ തെറ്റുകളോട് ഇടപെടുവാനിടയായി. കൂട്ടുകെട്ട് പൈസ ഉണ്ടാക്കുന്നതെല്ലാം സഹോദരന്മാരുടെ കൂടെയും കൂട്ടുകാരുടെ കൂടെയും അടിച്ച് പൊളിക്കുവാനിടയായി. എങ്ങനെ പറഞ്ഞാൽ ഒരു മനുഷ്യന് എന്തെന്ത് ലഹരി ഉണ്ടാക്കുവോ ലഹരിയെല്ലാം കഴിക്കുവാനിടയായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ എൻ്റെ അപ്പനിരുന്നിരുന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, പല തെറ്റുകളോട് സാത്താൻ കൊണ്ടുപോയതായി. കർത്താവ് എന്നെ സ്നേഹിച്ചു, കർത്താവ് എൻ്റെ പുറകിലേ വന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യുന്നതാണ് എല്ലാം ശരിയാണ്. എൻ്റെ കാത് നിങ്ങൾ കാണണം, ഹല്ലേലൂയ, എൻ്റെ മുറിവുള്ളതാണ്. എൻ്റെ കാലുകൾ കാണണം, അവിടെയെല്ലാം ഭയങ്കര വെട്ടമുണ്ട്. എൻ്റെ ഹൃദയത്തിലെ ഒരു നടനെ മാത്രം ഞാൻ പച്ച കുത്തി കൊണ്ടുണ്ട്. ആളല്ലേ ആരെന്ന് പറഞ്ഞാൽ വിജയ് രജനി എന്ന് പറഞ്ഞ് പച്ച കുത്തി കൊണ്ടിരിക്കുന്നത്. എന്തിനായി പച്ച കുത്തി എന്ന് പറഞ്ഞാൽ, നടന്ന് പറഞ്ഞാൽ നടീരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അട്രാക്ഷൻ, അതായത് അവരുടെ പടം കാണാൻ ഞാൻ കൊതിയായിട്ട് പോവായിരുന്നു. വിശപ്പില്ലെങ്കിലും ആഹാരമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും പടം മാത്രം എനിക്ക് 1-ാം നമ്പർ വട്ടായിരുന്നു. ഹല്ലേലൂയ. എവിടെ സിനിമ കാണുമോ, എവിടെ പടമുണ്ടോ, അത് എന്ത് പടം ആയിക്കോട്ടെ കയറി കണ്ടിട്ട് വരുവാനുള്ളതായിരുന്നു. പക്ഷെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പൈസക്ക് ബുദ്ധിമുട്ട്. പക്ഷേ എല്ലാവരുടെ കൂടെ നല്ല സന്തോഷമായിട്ട് കഴിയണം, എല്ലാവരും കഴിക്കുന്നത് പോലെ കഴിക്കണം. ഇങ്ങനെ ഞാൻ കടന്നു പോയേണ്ട സമയത്താണ് വലിയ ഒരു തെറ്റിലോട്ടോട് കടക്കുവാനിടയായി. എല്ലാ മോശങ്ങളും തെറ്റുകളും അനേക കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കർത്താവ് തന്നെ എന്നെ അറസ്റ്റ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു പോലീസാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ വിചാരിച്ചു. അല്ല,
കർത്താവാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. നേരം തിരിച്ച് എന്ത് പറഞ്ഞാൽ കർത്താവ് എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തോട്ട് കടത്തി വിട്ടു. ഹല്ലേലൂയ. ഇവനെ പുറത്ത് പിടിക്കുവാൻ കഴിയയില്ല. ഇവനെ പുറത്ത് വിട്ടാൽ ഇനി ഇവനെ പിടിക്കുവാനുള്ള പറ്റാത്ത, കർത്താവിന് കഴിയാത്തത് ഒന്നുമില്ല, കർത്താവിന് പിടിക്കാത്തത് ഒന്നുമില്ല. കർത്താവ് കഴിഞ്ഞ ഒരു നിമിഷം മതി എന്നെ. പക്ഷെ കർത്താവ് സ്നേഹിക്കുന്ന കൊണ്ട് നമ്മളെ വിട്ട് ഹല്ലേലൂയ നോക്കുമായിരുന്നു. ഞാൻ വിചാരിച്ച് കാരാകാരത്തിൽ വരുന്ന മുമ്പ് പുകവളി, കഞ്ച, മയക്കമരുന്ന്, ഭ്രാന്തി, അതുപോലെ തെറ്റുകളുടെ പെണ്ണുകളുടെ കാര്യങ്ങൾ മാത്രമില്ലാത്ത അനേക മേഖലയിലെ തെറ്റുകളിലൂടെ ഞാൻ കടന്നു പോകാനേറെയായി. ഹല്ലേലൂയ. പക്ഷെ ആരുടെ വകയും ഞാൻ കേൾക്കില്ല. ഒരുത്തൻ എന്നെ ഒരു അടി അടിച്ചാൽ അവന് 2 അടി അടിക്കുവാനുള്ള ചങ്കുറ്റം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ട് ആ ചങ്കുറ്റം ഉണ്ടായിരുന്നു പറഞ്ഞാൽ, ഞാൻ ചെറിയായിട്ട് കളരി പഠിക്കുവാനിടയായി. രണ്ടാമത് ഗ്രൗണ്ടിലോട്ട് കെറാട്ട പഠിക്കുവാനിടയായി. എന്തിന്? ജിമ്മിന് കടന്നു പോകാനിടയായി. എന്തിനാണ് ഇത് പഠിച്ചത് പറഞ്ഞാൽ, ഒരുത്തന് അടിക്കാവുന്ന 10 പേര് അടിക്കാനുള്ള കഴിവ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 10 പേര് 4-5 പേര് ഒറ്റയടിക്ക് ഒരേ ഇടത്തിലിരുന്ന് അടിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ധൈര്യം പറയണതല്ല, എൻ്റെ കഴിവ് പറയണതല്ല, പക്ഷെ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ പറയുവാണ്. എൻ്റെ തെരുവിലോട്ട് ഞാൻ കടന്നു വന്നാൽ കയ്യിൽ പൊക്കി കട്ടിക്കൊണ്ട്, നിക്കറ് ഇവിടെ നീളം കണ്ടിക്കൊണ്ട്, മീശ മുറുക്കിക്കൊണ്ട് വന്നിട്ട് എന്താ വേണാലും അടിയും പിടിയുവാൻ നടക്കുവാൻ പറ്റിയായിരുന്നു. പക്ഷെ ദൈവം സഹിക്കാൻ കഴിയില്ല. ഇവനെ സ്നേഹിച്ചത് കൊണ്ടാണ്, എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് കർത്താവ് എന്നെ പുറകെ വന്നിരിക്കുന്നു. അനേക വ്യക്തികൾ പറഞ്ഞു, അനേകർ കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് പറഞ്ഞു. ഞാൻ ആരെയും വക വെച്ചില്ല. തെറ്റിലോട്ട് കടന്നു പോയിക്കൊണ്ടേയിരുന്നു. തെറ്റ് ഓവറായതുകൊണ്ട് കർത്താവ് എന്നെ എന്ത് ചെയ്തു? പിടിച്ച് അകത്ത് ഇടുവാനിടയായി. ഹല്ലേലൂയ. അകത്ത് ഇട്ടപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു? ഹല്ലേലൂയ. പോലീസ് പിടിച്ചപ്പോൾ ഞാൻ ചെയ്ത തെറ്റും ചെയ്യാതെ തെറ്റും എല്ലാത്തിനും എൻ്റെ തലയിലായി. സഹോദരന്മാരുകളോട് അനേകർ വന്നിട്ടുണ്ട്. പക്ഷെ ചെയ്ത തെറ്റും ചെയ്യാതെ തെറ്റിൻ്റെ അകത്താണ് ഞാൻ പോയത്. ഹല്ലേലൂയ. ചെയ്ത തെറ്റിന് എനിക്ക് സങ്കടമില്ലായിരുന്നു. പക്ഷെ ചെയ്യാത്ത ഒരു തെറ്റിനാണ് ഏറ്റവും ഞാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്തു പറഞ്ഞാൽ, ഒരു സഹോദരൻ ഹല്ലേലൂയ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ കൊലക്കേസാണ് അതിൽ വന്നത്. ഹല്ലേലൂയ. ആരും നോക്കാത്ത, ചിന്തിക്കാത്ത, എൻ്റെ ബുദ്ധിയിലെ മൈൻഡിലെ വരാത്ത ഒരു കൊലക്കേസിലെ പ്രതിയാകുവാൻ ഞാൻ ഇടയായി. കൊലക്കേസിലെ പ്രതിയായി ഇടയായി. എന്താ പറഞ്ഞോ? ആരോ ചെയ്ത തെറ്റിന് ഞാൻ കുറ്റക്കാരനായി. അവിടെ നിന്ന് എന്നെ ആ കേസിൽ നിന്ന് അകത്ത് കയറ്റുമ്പോൾ, ആ കേസിൻ്റെ അകത്ത് വരുമ്പോൾ എൻ്റെ സ്വന്തക്കാർ, ബന്ധക്കാർ എല്ലാവരും വിശ്വസിച്ചു ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. അകത്ത് കയറുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുവാന്, ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല, ഈ കേസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അനേകർ പറഞ്ഞു, നീ തെറ്റ് ചെയ്താത്താണ് ഈ കാരാകാരത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ എല്ലാവരും അത് തന്നെ പറഞ്ഞിട്ട് എന്നെ ശരിക്കും മർദ്ദിക്കുവാനിടയായി. മർദ്ദനം പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ 1 മാസമായിട്ട് ഞാൻ കിടക്കുവാനിടയായി. ഹല്ലേലൂയ. ഒരു ജെട്ടിയോടെ കിടന്ന് അവരുടെ കാര്യങ്ങളെല്ലാം കേട്ട് അടിയും പേടിച്ച് ഇല്ല എന്ന് പറഞ്ഞാൽ കേട്ടില്ല. എന്നിട്ടും എന്നെ അകത്ത് കയറ്റി ഞാൻ കടന്നു വന്നു. അകത്ത് വന്നപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ അടി എൻ്റെ ബാഗിലാണ് അടിച്ചത്. ഇങ്ങനെ വന്നവരെല്ലാം ഇത് തന്നെ പറയുന്നു പറഞ്ഞു. സഹോദരൻ്റെ അടുത്ത് പോയി പറഞ്ഞു നോക്കി, കൂട്ടുകാരൻ്റെ അടുത്ത് പോയി പറഞ്ഞു നോക്കി, എല്ലാവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ചെയ്യാത്തവൻ എങ്ങനെ ഈ മർഡർ കേസിലെ, കൊല കേസിലെ കടന്നു വരുവാനിടയാം? ഞാൻ വിചാരിച്ചു, ഞാൻ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പ്രിയ സഹോദരന്മാരെ, ഒരു സഹോദരൻ ടേബിളിൽ ഇരിക്കുമ്പോൾ ടേബിളടുത്ത് ഒരു പേന ഇരിക്കുമെന്ന് വെച്ചോ, ആ പേന എന്തോ സാഹചര്യത്തിൽ ഇത് കാണാതെ പോയി, നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ആ സഹോദരൻ്റെ അടുത്ത് പോയി പറയുവാണ്, നീ അല്ലെങ്കിൽ ആ പേന എന്തുകൊണ്ട് എടുത്തെന്ന് പറഞ്ഞാൽ എത്ര വേദന ഉണ്ടാകും. അത്ര വേദനമാണ് ഞാൻ സഹിച്ചത്. ഹല്ലേലൂയ. ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് കേട്ടില്ല. ഞാൻ ജീവിതത്തിൽ അകത്ത് വരുമ്പോൾ എല്ലാവരും പറഞ്ഞു, കൊലക്കേസിലെ കടന്നു വന്നു കഴിഞ്ഞാൽ പുരലോകം കാണുവാൻ കഴിയുകയില്ല, പുറത്ത് വരുവാൻ സാധ്യതയില്ല, ഇനി നിന്റെ ജീവിതം ഇതിൻ്റെ അകത്ത് തന്നെയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുവാനിടയായി. ഞാൻ വേദനയോട് എന്താണെന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല. ഭാര്യ, 3 മക്കളുണ്ട്. അവരുടെ കാര്യം എന്താകും, അല്ല അവരുടെ ജീവിതം എന്താകുമെന്ന് എനിക്കൊന്നും മനസ്സിലാകണില്ല. ഞാൻ എന്ത് ചെയ്തു? വേദനയോടെ കടന്നു വന്ന് ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ, നിന്നെ യേശു സ്നേഹിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദരാ
നിന്നെ വിടുവിക്കാത്ത ദൈവമാണോ എന്നെ വിടുവിക്കുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം 2 കൊലക്കേസ് ചെയ്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം അടുത്ത് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നു, ജയിലിലെ ഞായറാഴ്ച ആരാധന കൊണ്ട് കടന്നു വരുവാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശു ഇവിടെ ഇല്ല, ഇരുന്നാൽ നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് വേറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, 1 മാസം 2 മാസം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു, ദൈവം അല്ലല്ലേ ഇവിടെ ഇല്ല, ഇനിയും ഞാൻ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി ജയിലിലുള്ള ജീവിതം തന്നെയെന്ന് പറഞ്ഞിട്ട് അവിടെയും തെറ്റുകൾ ചെയ്യുവാനിടയായി. അനേക അടികൾ, അനേക കുഴപ്പങ്ങൾ, അനേക അതിലുള്ള എന്തെന്തും മരുന്നുകളുണ്ടോ എല്ലാം കഴിക്കുവാനിടയായി. 2 പ്രാവശ്യം ഞാൻ കടന്നുപോയി സൂസൈഡ് ചെയ്യുവാനിടയായി. എന്തിനാ സൂസൈഡ് ചെയ്യുവാനിടയായി പറഞ്ഞാൽ, എൻ്റെ ദൈവം ഹല്ലേലൂയ എന്നെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ടെന്ന്. ഞാൻ സൂസൈഡ് ചെയ്യുന്ന പോകുന്ന മുമ്പ് എൻ്റെ മനസ്സിൽ പറയുവാണ്, നീ ചെയ്യരുത് എന്ന് പറയും. അപ്പോൾ ഇന്നൊരു സൈഡ് പറയുവാണ്, നീ ഇനി ജയിലിൽ നിന്ന് പുറത്തു പോകുകയില്ല, ഇനി നീക്കൊരു ജീവിതമില്ല, ഇനി നിൻ്റെ ലൈഫ് നീ കഴിഞ്ഞു പോയി. ഭാര്യയെ കാണാൻ പറ്റില്ല, മക്കളെ കാണുവാൻ കഴിയില്ല, സുഹൃത്തുക്കളെ കാണാൻ കഴിയില്ല, ലോകത്ത് ഇനി നീ പരലോകം കാണുവാൻ കഴിയില്ല എന്ന് നീ ഇതുവരെ എന്നെ മറിച്ചേക്കെന്ന് പറഞ്ഞു എനിക്ക് ചിന്ത തന്നപ്പോൾ 2 പ്രാവശ്യം ബാത്റൂമിൽ കടന്നു പോയിട്ട് എനിക്ക് മരിക്കുവാൻ മനസ്സ് തന്നില്ല. 1 പ്രാവശ്യം സെല്ലിൽ ഞാൻ പോയി 20 പ്രാവശ്യം അടിച്ചു. എൻ്റെ സെല്ലിൻ്റെ ഈ മുറിവ് കാണണം. 1, 2 അല്ല, 20 പ്രാവശ്യം. കണക്ക് പറഞ്ഞാൽ എണ്ണി അടിച്ചതാണ് മരിക്കാൻ വേണ്ടി. പക്ഷെ ബ്ലഡുകൾ ഇങ്ങനെ ഒഴുകി കടന്നു പോവാണ്. പക്ഷെ അവിടെ നിന്ന് എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചു, എന്നെ മരിക്കുവാൻ കഴിയില്ല. ഞാൻ വിചാരിച്ചു മരണം എൻ്റെ ജീവിതത്തിലില്ല, മരണം എൻ്റെ ജീവിതത്തിൽ പോലെ ഇരിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് ഇന്ന് മരിക്കുമെന്ന് പറഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടോടെ ഇരുന്ന സമയത്താണ് ഹല്ലേലൂയ വീണ്ടും ലഹരിയായിട്ട് സഹോദരന്മാർ കടന്നു വരുന്നത്. ഹല്ലേലൂയ അവർ പറഞ്ഞു, നീ ഇത് അടിച്ച് നല്ല പൂക്കുറ്റിയായിട്ട് കിടന്ന് നല്ല ജാലിയായിട്ട് എൻജോയ് ചെയ്ത് നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മദ്യപാനത്തിൽ കൂടുതൽ കഞ്ചാവിൽ അഡിക്റ്റായി. രാത്രി ഒന്ന് വൈകുന്നേരം വരെ കഴിക്കുവാനിടയായി, എല്ലാ പ്രശ്നത്തിലും പോകുവാനിടയായി. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് ഞാൻ എസ്കേപ്പ് ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. എന്തുകൊണ്ട് എസ്കേപ്പ് ചെയ്യാൻ തീരുമാനം വന്നതുണ്ടാ, ഞാൻ കടന്നുപോയി അനേക തെറ്റുകൾ ഇനി ചെയ്യുന്നു. തെറ്റ് ചെയ്യാത്തതിനകത്തുനിന്ന് അനേക തെറ്റുകൾ ചെയ്തിട്ട് മോഷണം അനേക തെറ്റുകളുണ്ട്. പക്ഷേ ഞാൻ കടന്നു വന്നത് ഈ തെറ്റിലോട്ട് വന്നത്, ഈ കൊലക്കേസിൽ വന്നത്, ഇനി പോയി ഞാൻ എന്ത് ചെയ്യണം? ചെയ്യാത്ത തെറ്റുകൾ ഇനി ചെയ്യണം. ജയില് ചാടണം എന്ന് പറഞ്ഞിട്ട് അനേക പ്രാവശ്യം, ഒരു 3 പ്രാവശ്യം എനിക്ക് ചാൻസ് വന്നു. പക്ഷെ 3 പ്രാവശ്യം എനിക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. ഞാൻ കടന്നു വന്ന് വീണ്ടും ഇരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നോക്കട്ടെ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ല, എല്ലാ ദൈവം ഒന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ മുറിയിൽ വന്ന് ഇരുന്നപ്പോൾ എൻ്റെ ദൈവകൃപയാൽ ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂ കടന്നു വരുവാണ്. എൻ്റെ ഭാര്യ എൻ്റെ മോള് എന്നെ കാണുവാൻ, ഇൻ്റർവ്യൂ കാണുവാൻ കടന്നു വന്നു. എന്നെ കാണുവാൻ കടന്നു വന്നപ്പോൾ സെല്ലിലോട്ട് കടന്നു പോയപ്പോൾ എൻ്റെ കണ്ണിൽ താറയായിട്ട് കണ്ണുനീര് ഒഴുകുവാനിടയായി. ഇത്ര ദിവസം കണ്ടിട്ട് കാണുന്നവർ, അവരുടെ കരച്ചിലും എൻ്റെ കരച്ചിലും കാണുമ്പോൾ 2 പേർക്കും വളരെ സങ്കടമായിട്ട് സംസാരിച്ചിട്ട് അവർ വിട്ടിട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ ജീവൻ പോകുന്ന പോലെ ഒരു ഹൃദയത്തിലെ ഒരു വേദന ഉണ്ടായിരുന്നു. അന്ന് ഭക്ഷണം കഴിച്ചില്ല, മുറിയിലോട്ട് കടന്നിരുന്നു. മുറിയിലോട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരോടും ദൈവം സംസാരിച്ചു. എല്ലാവരുടെ അടുത്ത് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് കേട്ടിട്ടുള്ളൂ. പക്ഷെ ദൈവം സംസാരിച്ചതെന്ന് ഞാൻ കണ്ടു. മുറിയിൽ ഇരുന്നു വളരെ വേദനമായിട്ട്, ബുദ്ധിമുട്ടായിട്ട്, വളരെ സങ്കടമായിട്ട് ഇരുന്ന് എൻ്റെ കുടുംബത്തിനോട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നോട് ഹല്ലേലൂയ സംസാരിച്ചു. ഹല്ലേലൂയ. നാളുകളായി ഞാനിങ്ങനെ വേദനപ്പെട്ട്, ഇനി ജീവിതമില്ല, മരണം തന്നെ, ഇനി ഒരു ജീവിതം എൻ്റെ വാക്കയിൽ ഇല്ല, എൻ്റെ ജീവിതത്തിലില്ല, ഞാൻ കടന്നുപോയി, ഇനിയും എൻ്റെ മരണമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ജീവിക്കാനുള്ള ഒരു ആഗ്രഹം, കൊതി വന്നത് കർത്താവിൻ്റെ കൃപയാലാണ്. ഹല്ലേലൂയ. നല്ല ഒരു 7 മണിയായി. 7 മണിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സമയം എങ്ങനെ പറയുന്നത് പറഞ്ഞാൽ, ജയിലറയിലെ സമയം മാറ്റം തെറ്റിപ്പോകുകയില്ല. എന്താ പറഞ്ഞാൽ 7 മണിക്ക് അവിടെ ഹല്ലേലൂയ അലാറം അടിക്കും. ഹല്ലേലൂയ. അവിടെ മണിയുടെ സൗണ്ട് കേൾക്കും. 7 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു മുറിയിലിരിക്കുമ്പോൾ എല്ലാവരും കഞ്ചാടിച്ച് ഇങ്ങനെ മുറിയിൽ നിന്ന് പാട്ട് പാടി കണ്ടിരിക്കുമ്പോൾ എനിക്ക് വളരെ ദുഃഖമായി, വളരെ വേദനയായി. ഞാൻ ഇന്ന് ജീവിക്കണമെന്ന് ഒരു ആഗ്രഹം കടന്നു വരുവാനിടയായി.
പ്രിയ സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ എന്നോട് വന്ന് വേറെ ഭാഷയിൽ സംസാരിച്ചില്ല, എൻ്റെ ഭാഷയിലാണ് സംസാരിച്ചു. ഞാൻ നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. എങ്ങനെ പറഞ്ഞറിയുക? ഞാൻ നിന്നെ വിടുവിപ്പടാ, ഞാൻ നിന്നെ വിടുവിപ്പേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചു. ഞാൻ വിചാരിച്ചു ഇതെന്താണ്? ദൈവം ഇല്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പാതിൽ നടക്കാത്തവൻ എന്താണ് അറിയാത്ത എന്നോട് ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല, പറഞ്ഞതുപോലെ സ്കൂളിൽ പോയിട്ടില്ല, വിദ്യാഭ്യാസത്തിന് എനിക്ക് ഇല്ല, കർത്താവിൻ്റെ പാതിൽ പോകുന്ന മുമ്പേ എനിക്ക് വിദ്യാഭ്യാസം പഠിപ്പേ ഇല്ല, എന്താ പറയുക, എഴുത്തറിഞ്ഞില്ല. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ സഹോദരൻ ഒരു സെല്ലിലോട്ട് എനിക്ക് പുതിയ നിയമം കടന്നു തന്നത് ഞാൻ സെല്ലിലോട്ട് എടുത്തപ്പോൾ അത് എടുക്കുവാനുള്ള ഭയമാണ്. എന്തിനാ ഭയം എന്ന് പറഞ്ഞാൽ ഇത് പരിശുദ്ധമായിട്ട് അപ്പോൾ എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. നേരെ പോയി കയ്യും കാലെല്ലാം കഴുകി ശേഷം നേരെ വന്ന് ഈ ബൈബിൾ എടുക്കുവാനിടയായി. ബൈബിൾ എടുത്ത് മാറോടെ വെച്ചുകൊണ്ട് കിടന്നപ്പോൾ എൻ്റെ പ്രിയ സഹോദരന്മാരെ, ലോകത്ത് അനേക ഉറക്കം തന്നില്ല, ഉലകം എനിക്ക് ഉറക്കം തന്നില്ല, ലോകത്തിലുള്ള സന്തോഷം തന്നില്ല, സമാധാനം തന്നില്ല, ഒരു സുഹൃത്ത് എന്നെ കാണാൻ വന്നില്ല. പണങ്ങളെല്ലാം സുഹൃത്തിനും അല്ലെങ്കിൽ സന്തോഷമായ സഹോദരന്മാർക്കും ഈ ലോകത്തിലുള്ള അനേക സുഹൃത്തുക്കൾക്കും കൊടുത്ത് ചെലവാളിയായിരുന്നു. പക്ഷെ എന്നെ കാണുവാൻ ആ ജയിലറയിൽ ആരും കടന്നു വന്നില്ല. വളരെ വേദനയായിരുന്നു. ഒറ്റ എണ്ണം കൂടി അവിടെ കടന്നു വന്നതിനെ കാണുവാനിടയായില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവ് മാത്രമേ ഉള്ളൂ നമ്മുടെ രക്ഷകൻ. ഹല്ലേലൂയ. ലോകത്തിലുള്ള അനേകർ എന്നെ കൈവിട്ടു, സുഹൃത്തുക്കൾ എന്നെ കൈവിട്ടു, അനേകർ എന്നെ മരണ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അന്ന് നാസറിനെ അല്ല മരണത്തിൽ നിന്നാണ് കർത്താവ് വിളിച്ചെടുത്തത്, എന്നെ ജയിലറയിൽ നിന്ന് വിടുതലാക്കി. ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. എങ്ങനെ ഈ മയക്കമരുന്ന് മദ്യങ്ങളെല്ലാം വിടുന്നത്? അത് ജീവിതത്തിലെ കയറി വന്നതല്ലോ, അത് എങ്ങനെ ഞാൻ വിടാൻ പറ്റും? പറയട്ടെ, കർത്താവാന് കഴിയാത്ത കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. കർത്താവ് എന്നോട് ഇടപെട്ടു, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ വിടുവിക്കും എന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കളെല്ലാം വന്ന് ഒരു കഞ്ചാവ് നിറച്ച് ഒരു കുറ്റിന്ന് പറയും ഞങ്ങൾ, അതെടുത്ത് ഞങ്ങൾ പത്തിച്ച് എല്ലാവരും ചുറ്റി വളച്ച് അത് അടിക്കുവാനിടയായി. പക്ഷേ എനിക്കത് മേടിക്കാൻ മനസ്സില്ലാതെ പോയി. എല്ലാവരും എന്താ വലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കോഡ് ഭാഷയെല്ലാം പറഞ്ഞ് എൻ്റെ അടുത്ത് വലിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്തിനാ വേണ്ടാന്ന് പറയണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും പൊട്ടിച്ചിരിക്കുവാനിടയായി. എന്താ ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എടോ നിനക്കിരിക്കുന്ന കേസ് എന്താ അറിയാമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഒന്നല്ല, കേരളത്തുകാരെ പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലിരിക്കുമ്പോൾ നീ ഒരു അന്യദേശത്തിലൊന്ന് കേരളത്തിലൊന്ന് വന്ന് പെട്ടിരിക്കുവാണ്. നീ എന്നാണ് പുറത്തു പോകുന്നത്? 1-2 കേസാ. എന്നാണ് നീ പുറത്തു പോകുവാ? നിന്നാലെ കഴിയുകയില്ല. എല്ലാവരും മുദ്രയിട്ട് എല്ലാവരും പുച്ഛിച്ച് എൻ്റെ മുറിയിൽ വന്ന് അനേകർ പുച്ഛിച്ചു. നീയും നശിച്ചു പോയി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നീയും കൊല്ലാത്തവെന്ന് പറഞ്ഞു. നീ ഞങ്ങളോട് കൂടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കും. ഹല്ലേലൂയ. അന്ന് ഞാൻ ഒരു വാക്കുകൊണ്ടാണ് പറഞ്ഞത്, ഒരു വാക്കുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ കർത്താവ് എന്നെ വിടുവിക്കുവാൻ തയ്യാറായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ കേസിൽ നിന്ന് വിടുവിക്കും, ഈ ലോകത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടുമെന്ന് വിചാരിച്ചു. അല്ല, കർത്താവ് എന്നെ പാപത്തിൽ നിന്ന് വിടുതൽ തന്നാണ് അന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എന്ത് ചെയ്തു? ദൈവത്തോട് ബൈബിള് മുറുകെ പിടിച്ചുകൊണ്ട് ഞായറാഴ്ച ആ ചർച്ചയിൽ കടന്നു പോകാനിടയായി. അനേകർ വെയിറ്റിംഗ് ആയിട്ട് എല്ലാം ലൈനായിരിക്കുമ്പോൾ ഞാൻ പുറകിലിരിക്കുവാനിടയായി. പുറകിലിരുന്നപ്പോൾ എല്ലാവരും എന്നെ വിളിച്ചു, അങ്ങോട്ട് പോകാണ്ട് പറഞ്ഞില്ല, ഞാൻ അവിടെ ഇരുന്നോളാണ്ട് പറഞ്ഞു. ഞാൻ ഇരിക്കാൻ പോണതേ അവിടെ ചർച്ചിന് ദൈവത്തിനെ ആരാധിക്കാനല്ല, ഞാൻ ക്രിക്കറ്റ് കാണാൻ പോവുകയാണ്. ക്രിക്കറ്റിലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് കാണുവാൻ പോകുമായിരുന്നു. എല്ലാവരും ഹല്ലേലൂയ എന്തിനാ പോകണം, അത് കള്ളം പറഞ്ഞ് അതിൽ പോകുമായിരുന്നു. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ അത് ചെയ്യുന്നത് തെറ്റെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് ഞാൻ മാറ്റുവാനിടയായി. എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, പുതിയതായിട്ട് ഒരു ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്, പുതിയതായിട്ട് ഒരു ദൈവത്തെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദേശത്തിലുള്ള അനേകർ ചിരിക്കുവാനിടയായി. അവനും വട്ടുപിടിച്ചു, അവന് ഇതായി, ഈ ദൈവത്തിനെ അവനും കൂടി വിളിച്ചല്ലോ എന്ന് പറഞ്ഞ് അവർ വിളിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഭാര്യ നേരെ വരുവാണ്, വന്നതിന് ഇൻ്റർവ്യൂ കാണുമ്പോൾ പറഞ്ഞു, നീ ദൈവത്തിനെ ആരാധിക്കുന്നതെല്ലാം ശരിയാണ്, ഓവറാകരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓവറാകരുതാ, എൻ്റെ ദൈവം വട്ടമാരിയും രോഗികളും ഹല്ലേലൂയ മുടന്തരെയും ചെവിടരെല്ലാം സൗഖ്യപ്പെടുത്തിയ എൻ്റെ ദൈവം
എന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുവാണ്. അവൻ രോഗികളെ സൗഖ്യമാക്കും. അല്ലെങ്കിൽ ആ വട്ടരെ അല്ലെങ്കിൽ മനഭ്രാന്തമുള്ളവരെ ശരിയാക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം എന്നെ വട്ടുപിടിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ആ ദൈവം നിന്നെയും സ്നേഹിക്കുമെന്ന് പറഞ്ഞവരെ പറഞ്ഞുകൊടുവാണ്. പക്ഷേ ഒരു ദൈവത്തെ സന്തോഷം, സമാധാനം, ദൈവത്തിൻ്റെ കൃപയാൽ അനേക ജയിലിൽ നിന്നിച്ച പോലീസും അവിടുത്തെ ജയിലറും അവിടുത്തെ ഉള്ള എല്ലാവരും എന്നെ സ്നേഹിക്കുവാനിടയായി. എനിക്ക് അവിടെ യോസഫിനെ കാരാകാരത്തിൽ ഒരു പദവി കൊടുത്തതുപോലെ എനിക്കൊരു പദവി തരുവാനിടയായി. ഒരു സമയം ചിന്തിച്ചിട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നെ ഒരു സമയത്ത് കാമൗണ്ടിൻ്റെ ജയിലിൽ നിന്ന് തടവറിൽ നിന്ന് പുറത്തു പോകാനേ അവർക്ക് പേടിയായിരുന്നു. പക്ഷെ അത്രയ്ക്ക് ഭീകരനായിരുന്നു. വിട്ടുകഴിഞ്ഞാൽ എന്നെ കിട്ടുകയില്ല. വിട്ടുകഴിഞ്ഞാൽ ഞാൻ എവിടെ പോകും, എവിടെ വരും, ഏത് ദേശത്തിൽ പോകുന്ന അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്നെ ഒരാൾ ഇങ്ങനെ കൈ പിടിക്കും, ഒരാൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ കൊണ്ടാണ് പുറത്തു പോയി ഇങ്ങനെ പറഞ്ഞത്. പേടി. ഇത്രയ്ക്ക് സമയം കിട്ടിയാൽ ഞാൻ ചാടിക്കളയും, എസ്കേപ്പായി പോകും. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് അവിടെ എനിക്ക് എല്ലാവരോടും സ്നേഹം കിട്ടുവാനിടയായി. ഒരു സമയത്തിന് ഞാൻ വിചാരിച്ച് അനേകരെ എന്നെ കൈവിട്ടു പോയി. സഹോദരന്മാർ, ദൈവത്തിൻ്റെ പാതിൽ കടന്നു വരുമ്പോൾ, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കടന്നു വരുമ്പോൾ അനേകരെ എന്നെ വിട്ടു മാറിപ്പോയി. ഞാൻ ഇങ്ങോട്ട് പോയി എന്നെ ഓടിക്കളയും, ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് ഓടിപ്പോയി, ഇവൻ്റെ കൂടെ ചേരരുത് പറഞ്ഞു. പക്ഷേ കർത്താവേ, നിൻ്റെ പാതയിൽ കടന്നു വന്നാൽ നല്ല സമാധാനം, സന്തോഷം, നല്ല സഹോദരന്മാർ കിട്ടുമെന്ന് പറഞ്ഞു എല്ലാവരും എന്നെ വിട്ടുപോകുമെന്ന് പറഞ്ഞു. കർത്താവ് എനിക്ക് ഏക സഹോദരന്മാരുകൾ തന്നു, അനേക സഹോദരന്മാരുകൾ തന്നു. എങ്ങനെ സഹോദരന്മാർ തന്നു എന്ന് പറഞ്ഞാൽ, ആളല്ലേ ആ ഉള്ളിലുള്ള ഒരു ഡോക്ടർ എനിക്ക് സഹോദരമായി തന്നു. അവിടെ ഉള്ള അധികാരികൾ എനിക്ക് സഹോദരന്മാർ മാറി. വെളിയിൽ വന്നപ്പോൾ ബന്ധം ഇന്നും വിട്ടു മാറിയിട്ടില്ല. ദൈവകൃപയാൽ അനേക സഹോദരന്മാർ അവിടെ കൊണ്ടുവന്നു. ഹിന്ദു, മുസ്ലിം, കത്തോലിക് എല്ലാവരും എന്നെ സ്നേഹിക്കുവാനിടയായി. പക്ഷെ ഞാൻ എൻ്റെ തെറ്റുകൾ അവർ മാറ്റിയത് കൊണ്ട്, കർത്താവ് മാറ്റിയത് കൊണ്ട്, ഒരു പുതു മനുഷ്യനാ മാറിയത് കൊണ്ട് ജയിലിൽ നിന്ന് പുറപ്പെട്ട് വെളിയിലുള്ള എനിക്ക് ജോലി തരുവാനിടയായി. എന്നെ പറഞ്ഞു, ഇവൻ തമിഴ്നാട്ടുകാരനാണ്, ഇവനെ പുറത്ത് വിടരുത്, വിട്ടു കഴിഞ്ഞാൽ എസ്കേപ്പായി പോകും, ഇവനെ പല നാട്ടുകളിൽ പോയി എങ്ങനെയാണ് അന്വേഷിക്കാൻ പറ്റുന്നത് അവരെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ എന്നെ ഒരു സാറ് പറഞ്ഞ് അവൻ കർത്താവിൻ്റെ പൈതലാണ്, വിട്ടയക്കെന്ന് പറഞ്ഞു. ഒരു ദിവസം വിട്ടു നോക്കി, രണ്ടു വിട്ടു നോക്കി. ഇങ്ങനെ നോക്കിയപ്പോൾ ജയിലില് കർത്താവിൻ്റെ കൃപയാൽ കൃഷി ചെയ്യുവാനിടയായി. എല്ലാവർക്കും കൈകൊണ്ട് കൃഷി ചെയ്യുവാനിടയായി. ദൈവത്തിൻ്റെ കൃപയാൽ അവിടെ ഒരു സാക്ഷിയായി കിടക്കുവാനിടയായി. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ മരണ ഫോട്ടോ ഉണ്ടായിരുന്നാൽ ആ വീട്ടിൽ ഞാൻ കഴിക്കുകയില്ല ഭക്ഷണം. ഒന്ന് ചിന്തി നോക്കി, ഇത്ര വലിയ വട്ടായിരുന്നു എനിക്ക്. ഏറെ സാക്ഷ്യം ഉണ്ട്, പക്ഷെ വട്ടായിരുന്നു. എന്ത് വട്ടെന്ന് പറഞ്ഞാൽ, ആരാണ് ലോകത്തിൽ മരിക്കാത്ത വ്യക്തി? ആരിൻ്റെ ഫോട്ടോവാണ് വീട്ടിലില്ലാത്തത്? ആ ഫോട്ടോ ഇരുന്നാൽ ഞാൻ കഴിക്കുകയേ ഇല്ല, ആഹാരം ഭക്ഷണം കഴിക്കുകയില്ല. പക്ഷെ അങ്ങനെ ഇരുന്ന വ്യക്തിയായിരുന്നു. ആശുപത്രിയിൽ കയറിപ്പോയാൽ രോഗികളെ കണ്ട അക്ഷമായിരുന്നു. രോഗികളെ കണ്ടാലേ എനിക്ക് പിടിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ പറയട്ടെ എൻ്റെ പ്രിയ സഹോദരന്മാരെ, എന്നെ ഹോസ്പിറ്റലിലെ ഒരു ശുശ്രൂഷക്കാരനാകെ മാറ്റുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ ഇതിലൊരു കാര്യം ഞാൻ വിട്ടുപോയി പറയട്ടെ, വിട്ടുപോയതല്ല പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ജയിലിലോട്ട് കടന്നു വരുമ്പോൾ എല്ലാവരെയും 1-ാം ബ്ലോക്ക്, 2-ാം ബ്ലോക്ക്, ഇങ്ങനെ 5-ാം ബ്ലോക്കെല്ലാം വിട്ട്. പക്ഷേ എന്നെ വിട്ടത് മാത്രം 10-ാം ബ്ലോക്കാണ്. 10-ാം ബ്ലോക്ക് ആര് കിടക്കുന്നത് അറിയാമോ? വെറും മാനസിക രോഗികൾ കിടക്കുന്ന സ്ഥലമാണ്. എല്ലാ മാനസിക രോഗികളും കിടക്കുന്ന ഒരു സ്ഥലത്താണ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോയി വിടുന്നത്. രാത്രി അറിഞ്ഞില്ല, രാവിലെ നോക്കിയപ്പോൾ എല്ലാം മനഭ്രാന്തിയുള്ളവരായിരിക്കുന്നു. അവരുടെ കൂടെയാണ് എന്നെ ഇട്ടത്. കർത്താവേ, ഞാൻ എന്താണ് ഇവിടെ കഴിയുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കർത്താവ് അവിടെ നിന്നാണ് എന്നെ മുളപ്പിച്ചത്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് എന്നെ കൊണ്ടുവന്നത്. അവിടുത്തെ ഉള്ളവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ അവരെ ശുശ്രൂഷിക്കുവാനുള്ള കൃപ എനിക്ക് തരുവാനിടയായി. ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ട ഞാൻ എന്തിനാണിത് ചെയ്യുന്നത് എൻ്റെ മനസ്സ് തോന്നി. അപ്പോൾ ദൈവം നിൻ്റെ പാവങ്ങളെ ക്ഷമിച്ചതുപോലെ, നിന്നെ എല്ലാ കാര്യത്തിലും എൻ്റെ പാവം ക്ഷമിച്ചതുപോലെ എന്നെ നീയാണ് കുളിപ്പിക്കുന്നത് പറഞ്ഞു. ഞാൻ രോഗീനെ പോയിട്ട് അവർ എന്തെന്തെല്ലാം ഒരു രോഗീനെ ചെയ്യുന്നു അതെല്ലാം ചെയ്യുവാനുണ്ട്. എൻ്റെ വാക്കുകൊണ്ട് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ എല്ലാം ഞാൻ കുളിപ്പിച്ചെടുക്കുവാനിടയായി. എന്താണ് കുളിപ്പിച്ചെടുക്കാൻ? ഒരു മനുഷ്യൻ
പേനുണ്ട് പറഞ്ഞ് അത്രയ്ക്ക് പേനോടെ കുളിച്ചുകൊണ്ട് കിടക്കുവാണ്. ആ പേനെല്ലാം ഒന്നൊന്നായി എടുത്ത് അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഞാൻ എടുത്ത് കഴുകി, അല്ലെങ്കിൽ ഉജാലയിട്ട് അദ്ദേഹത്തിനെ കുളിപ്പിച്ച് അദ്ദേഹത്തിന് നഖം വെട്ടി. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ആ വേല ചെയ്യുവാൻ എനിക്കിടയായി. ഹല്ലേലൂയ. പുറത്ത് എന്നെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഒരു കുറ്റവാളി. അവൻ പുറത്തുനിന്ന് വരികയില്ല, അവൻ ഇനി ജീവിതമില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അകത്ത് സന്തോഷം സമാധാനമായിട്ട് ഞാൻ കഴിയുവാണ്. പക്ഷെ ക്രിസ്തു യേശുവിനെ കണ്ടപ്പോൾ ഇവിടെ ആശുപത്രിയിലെ ശുശ്രൂഷയ്ക്ക് രണ്ടാമത് വിളിച്ചു. പുറത്തു പോകാത്ത എന്നെ എത്ര പ്രാവശ്യം ഞാൻ എസ്കേപ്പ് ആകാൻ വിചാരിച്ചു? 3 പ്രാവശ്യം. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, നീ മരിച്ചാലും മരിച്ചില്ലെങ്കിലും, നീ കിടന്ന് വിട്ടാലും വിട്ടില്ലെങ്കിലും, രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും കർത്താവ് യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നുകൊണ്ട് പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഇവിടുന്ന് വിടുവിക്കാത്ത, എൻ്റെ ദൈവം എന്നെ ഇവിടുന്ന് വിടാത്ത ഞാൻ ഈ കടയിൽ നിന്ന് ഓടുകയില്ല എന്ന് മുടിവെടുത്തു. ഹല്ലേലൂയ. ഒരു ശപഥമെടുത്ത് ഞാൻ മുറികളോട്ട് കയറി വന്നു. എൻ്റെ മനസ്സിലോട്ട് തോന്നുന്നു, ദൈവമേ എത്ര പ്രാവശ്യം ഈ ചാൻസിന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ മകളെ ഒന്ന് കാണണം, എൻ്റെ ഭാര്യയുടെ അടുത്ത് കാണണം, അവരുടെ അടുത്ത് ഒരു ഭക്ഷണം കഴിക്കണം, അവരുടെ അടുത്ത് കഴിയണം, എങ്ങനെ പോകണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം തന്നത് എന്താണ് ഞാൻ പറഞ്ഞപ്പോൾ, ദൈവമേ എന്നെ സ്നേഹിക്കുന്ന, ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, എന്നെ രക്ഷിക്കൂന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എൻ്റെ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ രക്ഷിക്കും. എത്ര ദിവസമായി പറഞ്ഞ്? 10-11 വർഷമായി. പ്രിയ സഹോദരന്മാരെ, അവിടെ ജോലികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ഞാൻ. എന്ത് ജോലി? ഈ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു സൈഡ് സങ്കടം, ഒരു സൈഡ് സന്തോഷം. എങ്ങനെയാണ് സങ്കടം? എല്ലാവരും പറയുവാണ്, നിന്നെ എന്താണ് വിടുവിക്കാത്തത്? കേസ് എല്ലാം വിടുവിച്ചു, എൻ്റെ കർത്താവ് വിടുവിക്കുവാനിടയായി. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ സാക്ഷി പറയുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് പേപ്പർ വരുവാനിടയായി. അനേകർ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കാൻ പറ്റിയില്ല, കടന്നു വരികാൻ പറ്റിയില്ല. ഇന്നൊരു ജീവിതമില്ല, ഇവനോടെ ജീവിതം കഴിഞ്ഞു പോയി, ഇനി ഒരു ജീവിതമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് എന്നെ അത്ഭുതമായി വിടുവിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയാൽ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുവാനിടയായി. പുറത്തു വന്നത് മാത്രമല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടു, എൻ്റെ മകൾ രക്ഷിക്കപ്പെട്ടു. എൻ്റെ ദേശത്ത് ഇവനോട് ചേരരുത്, ഇവനോട് കൂട്ടുകെട്ട് കെട്ടരുത്, ഇവനോട് കൂട്ടുകെട്ട് കിട്ടിയാൽ നശിച്ചു പോകുന്നു പറഞ്ഞിട്ട് മധ്യയിലല്ല, എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ദേശത്ത് ചെറിയ ശുശ്രൂഷയായിട്ട് ദൈവത്തിൻ്റെ കൃപയായിട്ട് ജീവിക്കുന്നുണ്ട്. വലുതായിട്ടില്ലെങ്കിലും ചെറിയ ഒരു സാക്ഷ്യമായിട്ട് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഈ കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം അനേകർ വിടുവിക്കും. ഹല്ലേലൂയ. 1-2 വിടുവിച്ചത്, അല്ലെങ്കിൽ അനേക കാര്യങ്ങളാണ് വിടുവിച്ചത്. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ അദ്ദേഹം മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അനേകർ, എൻ്റെ സഹോദരന്മാർ, കൂട്ടുകാർ, ബന്ധുക്കൾ എല്ലാവരും എന്നെ കൈവിട്ടു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എല്ലാവരും എന്നെ മറന്നു. പക്ഷെ ദൈവം എന്നെ മറന്നില്ല. ഹല്ലേലൂയ. കർത്താവ് എന്നെ വിടുവിച്ചു. യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിടുവിച്ചു. ആ കർത്താവ് എല്ലാവരും ഒരുപോലെ സഹായിക്കട്ടെ. സാക്ഷി പറയുവാൻ കൃപ തന്നതുകൊണ്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു.